നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഓയിലുകൾ ഉണ്ടാക്കിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന വേസ്റ്റ് ഓയിലുകൾ എന്താണ് സംഭവിക്കുന്നത്? അതിനൊരിക്കലും നമ്മൾ മറ്റുള്ള ഫുഡുകൾ വേസ്റ്റ് തള്ളുന്നത് പോലെ കൊണ്ടുപോയി തള്ളാൻ കഴിയുന്ന ഒന്നല്ല ഈ ഓയിൽ എന്ന് പറയുന്നത്. കാരണം അത് നല്ലൊരു പണിഷ്മെന്റ് നമ്മളെ ഗവൺമെന്റ് റൂൾ പ്രകാരം നല്ലൊരു പണിഷ്മെന്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾക്ക് അത് മറ്റുള്ള ഓടയിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊണ്ടുപോയി ഒഴുക്കി വിടാൻ കഴിയുന്ന ഒരു സംഭവമല്ല വേസ്റ്റ് ഓയിൽ എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് ആ ഓയിൽ സംഭവിക്കുന്നത്? അതിനെ എങ്ങനെ നമ്മൾക്കൊരു മണിയായി കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട്, നല്ലൊരു വരുമാനമാക്കി കൺവേർട്ട് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഓയിലുകൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം. ഹോട്ടലുകൾ, ബേക്കറികൾ, അങ്ങനെ പല സ്ഥാപനങ്ങളും. അപ്പൊ ഇവിടേക്ക് ഉപയോഗിക്കുന്ന ഓയിലുകളുടെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഉപയോഗിച്ചതിന് ശേഷമുള്ള യൂസ്ഡ് ഓയിൽസ്, കുക്കിംഗ് യൂസ്ഡ് ഓയിൽസ്. എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇതിനെങ്ങനെയാണ് ഒരു ബിസിനസ് ആക്കി എടുക്കുക, എങ്ങനെ ഇതിനെ നമുക്കൊരു മണിയായി കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് വല്ല ഓടയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒഴുകി പോകുന്ന സ്ഥലങ്ങളിലോ ഒന്നും നമുക്ക് കൊണ്ടുപോയി വേസ്റ്റ്, മറ്റേ ഫുഡ് വേസ്റ്റും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും കൊണ്ട് തള്ളുന്ന പോലെ ഒന്നും നമുക്ക് അവിടെ ഇവിടെ കൊണ്ട് തള്ളാൻ കഴിയുന്ന ഒരു വേസ്റ്റ് അല്ല ഓയിൽ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ നല്ല രീതിയിലുള്ള ഗവൺമെന്റ് ലീഗൽ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ബാക്കി വരുന്ന ഇതുപോലെ വരുന്ന ഓയിലുകൾ എന്താണ് ചെയ്യുന്നത് ആളുകൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വേസ്റ്റ് ഓയിലുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനൊരു ബിസിനസ് ആക്കി എടുത്താലോ? അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത്. ഒരിക്കലും ഇതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റോ മുതൽ മുടക്കോ ആവശ്യമില്ല. വളരെ ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന, അല്ലെങ്കിൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു ക്യാന് അതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ വേസ്റ്റ് യൂസ്ഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്കിത് തുടങ്ങാം, എവിടെ വാങ്ങാം, എവിടെ വിൽക്കാം എന്നതിനൊക്കെ കുറിച്ച് ഇപ്പൊ നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ഓയിൽ എവിടേക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹോട്ടൽസ്, ബേക്കറീസ്, കാറ്ററിംഗ് കമ്പനികൾ, അതുപോലെ ക്യാൻറ്റീൻസ്, പിന്നെ ഈ കോഫി ഷോപ്പ്, ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമുക്കറിയാം, നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന എവിടേക്കാണോ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഫ്രൈ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് എവിടേക്ക് ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ വേസ്റ്റ് ഈ ഓയിലിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അവിടേക്ക് ഇതിൻ്റെ വേസ്റ്റ് ഓയിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഈ ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ്സ്, ക്യാൻറ്റീൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും എന്തായാലും നിർബന്ധമായിട്ടും ഗ്യാരണ്ടി ആയിട്ടും വേസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരായിട്ടൊക്കെ ഒരു ലിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വേസ്റ്റ് ഓയിൽ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഇത് എവിടെയാണ് വിൽക്കുന്നത് എന്നുള്ളത്. പല ആളുകൾക്കും ഇതൊരു സംശയമാണ്. കാരണം എടുക്കാൻ നമുക്ക് ഒരു പക്ഷേ വണ്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് മറ്റു സ്ഥാപനങ്ങളൊക്കെ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും ആശങ്കയാണ്, അല്ലെങ്കിൽ പല ആളുകൾക്കും ഒരു സംശയമുള്ള കാര്യമാണ് ഇത് എവിടെ കൊണ്ട് വിൽക്കും എന്നുള്ള കാര്യത്തിൽ. പ്രധാനമായിട്ടും ഇത് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബയോഡീസൽ പ്ലാന്റ്, രണ്ടാമത്തേത് സോപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ, മൂന്നാമത്തേത് ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻറ്റ് യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്ലാന്റുകൾ. ഇത് ഇങ്ങനെയുള്ള ഈ 3 സ്ഥാപനങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്, കാരണം ഈ ഒരു 3 സ്ഥാപനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള യൂസ്ഡ് ഓയിൽസ് ആവശ്യമായിട്ട് വരുന്നത്. അവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, ഏറ്റവും ഡിമാൻഡുള്ളതും അവർക്ക് തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ സോപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ, നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, നമുക്ക് അവരെ സമീപിക്കാം. അതേപോലെ തന്നെ ബയോഡീസൽ മേക്കിംഗ് പ്ലാന്റുകളുണ്ട്, അവരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇത് നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള രീതിയിലുള്ള ടാങ്കുകൾ, അത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ടാങ്കുകൾ ഉപയോഗിക്കാം,
അല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇതിനെ അളന്നെടുക്കാനുള്ള അതിൻ്റെ ഒരു അളവ് സംഭവങ്ങൾ, അതേപോലെ തന്നെ നമുക്കിത് കൊണ്ടുവരാൻ അത് ബൈക്കാവാം, ബൈക്ക് ഓട്ടോറിക്ഷയിലൊക്കെ നമുക്കിത് കൊണ്ടുവരാം, പെട്ടിവണ്ടിയിൽ കൊണ്ടുവരാം. അല്ല ഇതൊന്നുമില്ല, നമുക്ക് സ്കൂട്ടി പോലത്തെ ബൈക്കുകളൊക്കെ നമുക്ക് ഇതിന് കയറി ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ ഒരു ഓട്ടോറിക്ഷ പെട്ടിവണ്ടി പോലത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് ഇതിനെ കൂടുതൽ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ഒറ്റ റൗണ്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. പിന്നെ കൊടുന്ന് വന്ന് നമ്മളിതിനെ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു ടാങ്ക് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് പ്ലാസ്റ്റിക്കിൻ്റെതോ മെറ്റലിൻ്റെതോ അങ്ങനത്തെ ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ആക്ച്വലി. അതല്ലാതെ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ വലിയ മുതൽ മുടക്കൊന്നും ഇതിനും ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിന് എത്ര രൂപ കൊടുത്ത് വാങ്ങും, എത്ര രൂപക്കാണ് നമ്മളിത് വിൽക്കുന്നത് എന്നുള്ളതാണ്. നോർമലി ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഒരു പെർ ലിറ്റർ എന്ന കണക്കിൽ ഇത് നമ്മൾ വാങ്ങുമ്പോൾ, ആളുകളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ 30 രൂപ മുതൽ 40 രൂപ വരെ ഇതിൻ്റെ ഒരു റേറ്റ്, ബൈങ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് ഒരു 30 രൂപ മുതൽ 40 രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിപ്പോൾ നമ്മൾ അറിയുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടി കുറഞ്ഞ് നമുക്കൊക്കെ എടുക്കാൻ കഴിയും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഡിപ്പെൻസ് ഓഫ് നമ്മുടെ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ, നമ്മുടെ ടൗണ്, സ്ഥാപനങ്ങൾ ബേസ് നമ്മൾ അറിയുന്നവരായിരിക്കും. ചിലപ്പോൾ അത് വെറുതെ കിട്ടും. അതൊക്കെ നമ്മുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് വിൽക്കുമ്പോൾ ഉള്ളൊരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 60 രൂപ മുതൽ 80 രൂപ വരെ നമുക്കിതിൻ്റെ റേറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 രൂപ മുതൽ 80 രൂപ വരെ നമുക്കിതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 30 രൂപക്ക് മേടിച്ച് നമുക്ക് 60 രൂപ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ 30 രൂപ ലാഭമാണ്. അത് 40 രൂപക്ക് മേടിച്ചിട്ട് 80 രൂപ കൊടുക്കുമ്പോൾ അതിൽ 40 രൂപ ലാഭം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും 100% ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മേടിച്ച പൈസ എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടിയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുമ്പോഴുള്ള വണ്ടിയുടെ ഡീസലോ പെട്രോളിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അതിനൊരു ലേബറിനെ ഒരു 1-2 പേര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ലേബർ സാലറി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാൻ ആണ് അത്. അപ്പോൾ നമുക്കിത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ എവിടെയാണ് ചെയ്യുന്നുള്ള ഒരു ടൗൺ സെലക്ട് ചെയ്യുക. ടൗൺ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നടക്കുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ടൗൺ ബേസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ടൗണിലാണ്, അത് നമ്മുടെ അടുത്തുള്ളതാവാം, എവിടെയാവാം, നമുക്ക് എവിടെ വേണമെങ്കിലും ഓക്കെയാണ്. അപ്പം ഏത് ടൗൺ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ തുടങ്ങുന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 20 സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതൊരു 20 ഹോട്ടലായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു 20 സ്ഥാപനങ്ങളായിക്കോട്ടെ. ഉദാഹരണം തന്നെ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 ഹോട്ടൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമുക്കൊരു ഹോട്ടലിൽ നിന്ന് ഒരു 10 ലിറ്റർ, ഓക്കെ, ഒരു ദിവസം നമുക്കൊരു ഹോട്ടലിൽ നിന്ന് 10 ലിറ്റർ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി 200 ലിറ്റർ നമുക്ക് എടുക്കാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 രൂപ റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6000 രൂപ നമുക്കൊരു ദിവസം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, 6000 രൂപ ഒരു ദിവസം നമ്മൾക്ക് അതിൽ നിന്ന് മാത്രമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അതിന് പുറമെ നമ്മൾക്ക് 20 ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അത് നമുക്ക് അതിലും കൂടുതൽ കിട്ടാനേ സാധ്യതയുള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇടത്തും വലത്തും എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഹോട്ടലുകളാണ്, ബേക്കറികളാണ്, ക്യാൻറ്റീൻസ് ഉണ്ട്, കാറ്ററിങ്സ് ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ. അപ്പോൾ എവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനം അവൈലബിൾ ആണ്. നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 30 രൂപ റേഞ്ചിൽ തന്നെ നമ്മൾ പിടിച്ച് അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമുക്കൊരു 10 ലിറ്റർ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ഹോട്ടലിൽ നിന്ന് അപ്പം നമുക്ക് 200 ലിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു വരുമാനം ദിവസം മാസം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാനാണ് ശരിക്കും. പക്ഷെ അതിനെ നമുക്ക് 20 അല്ല 40 ആക്കാൻ കഴിയും. അത് നമ്മളെ സാഹചര്യങ്ങളും നമ്മളെ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മളിപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ ഒരു കണക്കിലൂടെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്റ്റാഫിനൊക്കെ കൂടുതൽ വെച്ച് കുറച്ചും കൂടി ലേബേഴ്സ് കൂടുതലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ 20 സ്ഥാപനം എന്നുള്ളതിന് നമുക്ക് 200 സ്ഥാപനമാക്കി എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ 200 ലിറ്റർ എന്നുള്ളത് നമുക്ക് 2000 ലിറ്റർ ആക്കി എടുക്കാൻ കഴിയും. അതൊക്കെ നമ്മുടെ മിടുക്കാണ്, നമ്മുടെ ബിസിനസ് മൈൻഡാണ്, നമ്മുടെ സ്ട്രാറ്റജിയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ഹോട്ടലുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നല്ല രീതിയിൽ ഹോട്ടൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്.
മലയാളീസിന് പ്രത്യേകിച്ച് ഫുഡിനോട് ഭയങ്കര കമ്പം കൂട്ടിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഫാമിലീസും ആളുകളും യൂത്തും ന്യൂജനും എല്ലാവരും ഇന്ന് കൂടുതൽ ഹോട്ടൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഹോട്ടലുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും കഫേകളും ഫുഡ് കാറ്റഗറീസിൽ പെട്ടിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒരു ഭാവിയുള്ള ഒരു ബിസിനസ്സാണ്, നല്ല ഫ്യൂച്ചറുള്ള ബിസിനസ്സാണ്. ഒരിക്കലും ഇത് പരാജയപ്പെടാൻ സാധ്യതയില്ലാത്ത ബിസിനസ്സാണ്. കാരണം നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒന്ന്, ഈ സാധനം ബൾക്കായിട്ട് നമ്മളിൽ നിന്നും എടുക്കുന്ന ടീമിനെ കണ്ടെത്തി നമ്മൾ അവരുമായിട്ടൊരു ഡീൽ ഉറപ്പിക്കണം. അതാരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബയോഡീസൽ മാനുഫാക്ചേഴ്സ്, അതേപോലെ തന്നെ സോപ്പ് മാനുഫാക്ചേഴ്സ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻ്റ് യൂണിറ്റ്സ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരു ഡീല് അവരായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 10, 20, 30 നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രത്തോളം സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഈ വേസ്റ്റ് ഓയിൽ കളക്ട് ചെയ്യാനുള്ള ഡീൽ അവരുമായിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം പേയ്മെന്റ് സിസ്റ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നമ്മൾ ഓയിൽ കളക്ട് ചെയ്യുന്ന ആളുകളോട് നമുക്ക് വീക്കിലി പേയ്മെന്റ് മെത്തേഡിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം എന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ. നമുക്കതിൻ്റെ അതിന് വേണ്ടി വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും ഡ്രമ്മായാലും ക്യാനായാലും അല്ലെങ്കിൽ മറ്റ് വണ്ടി സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഈ ഒരു 2 ഡീൽ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ കരുതേണ്ടത്. അതിനുശേഷം നമുക്ക് തുടങ്ങാം. പിന്നെ നമുക്ക് എന്തായാലും അതിലേക്ക് 1 2 സ്റ്റാഫിന് നമുക്ക് ആവശ്യമായിട്ട് വരും. അവരെ നമ്മൾ സംഘടിപ്പിക്കാം. ഇതൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം 6000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിൽ എക്സ്പെൻസ് ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ 10,250 രൂപ നിങ്ങളെ കയ്യിലേക്ക് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാസം എങ്ങനെ പോയി കഴിഞ്ഞാലും 1 ലക്ഷമല്ല 1 ലക്ഷത്തിന് മുകളിലോട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് വേസ്റ്റ് യൂസ്ഡ് ഓയിൽ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു നോക്കുക. നിങ്ങൾ അടുത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന വേസ്റ്റ് യൂസ് ഓയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവരുമായിട്ട് അന്വേഷിച്ച് നോക്കുക. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിൽ നിന്നും വാങ്ങുന്ന ബയേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് അവരുമായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ 100% വിജയം ഉറപ്പെന്നുള്ള കാര്യത്തിലും 100% പ്രോഫിറ്റ് കിട്ടുന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐഡിയയുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.